ശതകോടികളുടെ സ്വത്ത് മാത്രം കൈമുതലായുള്ള രാഷ്ട്രീയം പാരമ്പര്യത്തിലില്ലാതെ ഒരു പദവികളും വഹിച്ചതിൻ്റെ തഴമ്പില്ലാതെ അത്ഭുതപ്പെടുത്തുന്ന അക്കാദമിക് ക്വാളിഫിക്കേഷൻ ഒന്നുമില്ലാതെ ഒരു കച്ചവടക്കാരൻ ലോകത്തെ നിയന്ത്രിക്കുന്നെന്ന് അവകാശപ്പെടുന്ന ഒരു രാജ്യത്തിൻ്റെ തലപ്പത്തേക്ക് വീണ്ടും എത്തുന്നു. അതും ഒന്നല്ല രണ്ടാം തവണ. രാജ്യത്തിൻ്റെ പേര് അമേരിക്കയെന്നും അതിൻ്റെ പുതിയ പ്രസിഡന്റിൻ്റെ പേര് ഡൊണാൾഡ് ജോൺ ട്രംപുമെന്നുമാണ്. തൻ്റെ രണ്ടാം ഊഴത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി അധികാരമേറ്റെടുത്ത് മണിക്കൂറുകൾക്കുള്ളിൽ ലോകം മുഴുവൻ തൻ്റെ വരവ് അറിയിച്ചിരിക്കുകയാണ് ട്രംപ്. ഞെട്ടിക്കുന്ന, ആരെയും അമ്പരപ്പിക്കുന്ന തീരുമാനങ്ങൾ എടുക്കാറുള്ള ട്രംപ് തൻ്റെ പതിവ് ഇക്കുറിയും തെറ്റിച്ചില്ല എന്ന് വേണം പറയാൻ. തൻ്റെ അനുകൂലികൾ പ്രതിയായ ക്യാപിറ്റോൾ കലാപത്തിലെ പ്രതികൾക്ക് മാപ്പ് കൊടുത്ത് വെറുതെ വിട്ടതു മുതൽ ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറുന്നത് വരെയാണ് ട്രംപിൻ്റെ ആദ്യ ദിനത്തിലെ സ്കോറിംഗ്. അമേരിക്കയുടെ സുവർണ കാലത്തിൻ്റെ തുടക്കമാണിതെന്ന് പ്രഖ്യാപിച്ചു തുടങ്ങിയ ട്രംപ് ആദ്യം ചെയ്തത് ക്യാപിറ്റോൾ ഹിൽസ് കലാപകാരികൾക്ക് മാപ്പ് കൊടുക്കുന്ന നിയമത്തിൽ ഒപ്പുവെക്കുക എന്നതായിരുന്നു. 2021 ജനുവരി 6 US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട വസ്തുത അംഗീകരിക്കാത്ത ട്രംപിൻ്റെ അനുകൂലികൾ US ഭരണസിരാ കേന്ദ്രമായ ക്യാപിറ്റോൾ ഹിൽസിലേക്ക് അതിക്രമിച്ചു കയറി ആക്രമണം അയച്ചുവിട്ട സംഭവമാണ് ക്യാപിറ്റോൾ കലാപം. ഈ കേസിലെ പ്രതികളായ തൻ്റെ അനുകൂലികളെയാണ് ട്രംപ് ഇപ്പോൾ സ്വതന്ത്രമാക്കിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും മുമ്പും പറഞ്ഞ കാര്യങ്ങൾ സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ ട്രംപ് ആവർത്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമാണ് പിന്നീട് കാണുന്നത്. US-ൽ ഇനി സ്ത്രീയും പുരുഷനും മാത്രമെന്നും മറ്റു ലിംഗങ്ങൾക്ക് നിയമസാധുത ഇല്ലെന്നും അതിനെ അനുവദിക്കില്ലെന്നും അദ്ദേഹം സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമുള്ള പ്രസംഗത്തിൽ വ്യക്തമാക്കിയിരുന്നു. പിന്നാലെ ഇതു സംബന്ധിച്ച ബില്ലിലും ട്രംപ് ഒപ്പുവെച്ചു. സ്ത്രീകളെ തീവ്രലിംഗ പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതായി വിശേഷിപ്പിക്കപ്പെടുന്ന ജെൻഡർ ബില്ലിലും അദ്ദേഹം ഒപ്പുവെച്ചു. ഇതോടെ മൂന്നാം ലിംഗക്കാരെന്നറിയപ്പെട്ടിരുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗം അമേരിക്കയുടെ പടിക്ക് പുറത്തായി. ഇനി ആണും പെണ്ണും എന്ന രണ്ട് വിഭാഗം മാത്രമേ ഇവിടെ നിയമപ്രകാരം ഉണ്ടാകൂ. മറ്റൊരു സുപ്രധാന തീരുമാനം ലോകാരോഗ്യ സംഘടനയായ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അഥവാ WHO പ്രവർത്തനത്തിനുള്ള 18% ഫണ്ടും നൽകുന്ന അമേരിക്ക പിന്മാറുന്നത് ലോകത്തിന് തന്നെ തിരിച്ചടിയായി വേണം മനസ്സിലാക്കാൻ. കോവിഡ് മഹാമാരിയും മറ്റു അന്താരാഷ്ട്ര ആരോഗ്യ പ്രതിസന്ധികളും കൈകാര്യം ചെയ്യുന്നതിൽ WHOക്ക് വീഴ്ച പറ്റിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ട്രംപിൻ്റെ ഇപ്പോഴത്തെ നടപടി. അംഗരാജ്യങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനത്തിൽ നിന്ന് മാറി സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിൽ WHO പരാജയപ്പെട്ടെന്ന് ട്രംപ് ചൈനയെ ഉദ്ദേശിച്ച് മാത്രം കുറ്റപ്പെടുത്തുന്നു. ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറുക എന്നത് ട്രംപിൻ്റെ ഏറെക്കാലമായുള്ള ആഗ്രഹമാണ് രണ്ടാം ഊഴത്തിലെ ആദ്യ ദിനത്തിൽ തന്നെ ട്രംപ് നടപ്പിലാക്കിയിരിക്കുന്നത്. ഇതിനു പുറമെ പാരീസ് കാലാവസ്ഥാ ഉടമ്പടിയിൽ അമേരിക്ക പിന്മാറുന്ന ഉത്തരവിലും ട്രംപ് ഒപ്പുവെച്ചിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം തടയാനുള്ള നടപടികളുടെ ഭാഗമായ പാരീസ് കാലാവസ്ഥാ ഉടമ്പടിയിൽ നിന്ന് രണ്ടാം തവണയാണ് അമേരിക്ക പിന്മാറുന്നത്. കരാറിൽ നിന്ന് പിന്മാറുന്നതായി അറിയിച്ച് ഐക്യരാഷ്ട്രസഭയ്ക്ക് ഔദ്യോഗികമായി നൽകുന്ന കത്തിലും ട്രംപ് ആദ്യ ദിനത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അനധികൃത കുടിയേറ്റം തടയുന്നതിൻ്റെ ഭാഗമായി മെക്സിക്കൻ അതിർത്തിയിൽ ട്രംപ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മെക്സിക്കൻ അതിർത്തിയിലേക്ക് സൈന്യത്തെ അയക്കുമെന്നും പിന്നാലെ പ്രഖ്യാപനമുണ്ടായി. നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ തിരിച്ചയക്കുമെന്നും ട്രംപ് പറയുന്നു. പനാമ കനാൽ തിരിച്ചെടുക്കുമെന്നും ട്രംപ് ആദ്യ ദിനത്തിൽ കൂട്ടിച്ചേർക്കുന്നു. ഇങ്ങനെ സംഭവ ബഹുലമായാണ് രണ്ടാം വരവിൻ്റെ ആദ്യ ദിനം ഡൊണാൾഡ് ട്രംപ് അടയാളപ്പെടുത്തിയത്. ആദ്യ ദിനത്തിൽ പറയാത്തതും സത്യപ്രതിജ്ഞയ്ക്ക് മുൻപുള്ള ദിവസങ്ങളിലും തെരഞ്ഞെടുപ്പ് സമയത്തും പറഞ്ഞതുമായ നിരവധി കാര്യങ്ങൾ ട്രംപിന് മുൻപിൽ ഇനിയുമുണ്ട്. ഇവയെല്ലാം വരും ദിനങ്ങളിൽ എങ്ങനെയാകും ട്രംപ് കൈകാര്യം ചെയ്യുക എന്നാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത്.